അച്ഛൻ കഴിക്കച്ചാ, കഴിക്ക്. എന്നോടും കൂടി ഇച്ചിരി ചോദിച്ചിരുന്നെങ്കില്. നന്ദിനി, നന്ദിനി, ഇപ്പൊ എന്താ താൻ മനസ്സിൽ പറഞ്ഞേ? ഒന്നുമില്ല. അതല്ല, എന്തോ പറഞ്ഞു. ഒന്നുമില്ലെന്നേ. ആ, എന്നാ പിന്നെ കുറച്ചും കൂടെ താ. ചേച്ചി വീർപ്പൂട്ടിയിരിക്കായിരുന്നു. ഞങ്ങളൊക്കെ കൊടുത്തതുപോലെ ഏട്ടന് കൊടുക്കാനായിട്ട്. ഉള്ളതിൽ ചെറുതാണെങ്കിലും അവളുടെ സംസാരം കേട്ടില്ലേ? നീ ഒന്നും പറയണ്ടടി, ഞാൻ പറയാം. ഞാൻ പ്രായത്തിൽ കുറച്ചുകൂടി മുതിർന്നതാണല്ലോ. അയ്യോ വേണ്ട, ആരും ഇനി ഒന്നും പറയണ്ട. എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ വീട്ടിൽ വന്നിട്ട് വർഷം കുറേയായി. ഇതുപോലെ സ്നേഹത്തോടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു വിഷു തന്നെ സാറേ, വിഷു, സന്തോഷത്തിന്റെ വിഷു. ഈശ്വര. ഹലോ, പെരിയാർ റിസോർട്ട് അല്ലേ? എനിക്ക് 2 എക്സിക്യൂട്ടീവ് റൂം വേണമായിരുന്നു. ഇന്ന് രാത്രി ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഈ നമ്പറിൽ ഒന്ന് തിരിച്ചു വിളിക്കോ? ആരാ മമ്മി ഗസ്റ്റ്? ആർക്ക് വേണ്ടിയാ റൂം ബുക്ക് ചെയ്തേ? നമുക്ക് വേണ്ടി. നമുക്ക് വേണ്ടിയോ? ഇവിടെ ഇരുന്ന് വീർപ്പ് കൂട്ടാനൊന്നും എന്നെ കൊണ്ടാവില്ലേ. പെരിയാറിലല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമുക്ക് പോവാം. നമുക്ക് അവിടെ വിഷു ആഘോഷിച്ചാൽ മതി. അതാ മമ്മി, അത് മതി. ഡാഡിക്കും ഏട്ടനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയായിരിക്കും. നിനക്കെന്തടി ഭ്രാന്തുണ്ടോ? അവർക്ക് എന്ത് തിരിച്ചടിയാ? മമ്മി, റിസോർട്ടൊന്നും വേണ്ട. നമ്മൾ ഒരിടത്തേക്കും പോകുന്നില്ല. പിന്നെ എന്ത് വേണോന്നാ നീ പറയുന്നേ? സുദേവന്റെ മക്കളുടെ ആഘോഷം കണ്ട് അങ്ങനെ സന്തോഷിക്കണം. മമ്മി, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയ എന്താ സംഭവിക്കുക? ഈ വീട് മുഴുവൻ അവര് കൈയടക്കും. നമ്മൾ വിഷു ആഘോഷിക്കേണ്ട വീട്ടില് അവരുടെ കുടുംബം വിഷു ആഘോഷിക്കും. അതാണോ മമ്മിക്ക് കാണേണ്ടത്? എന്റെ മമ്മി, നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ സൂര്യോ ഡാഡിയോ ഒരു വാക്ക് കൊണ്ടെങ്കിലും നമ്മളെ തടയുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മൾ പോകുന്നെങ്കിൽ പോട്ടേന്ന് കരുതും അവര്. നന്ദിനിയുടെ കുടുംബത്തിനോട് അത്രയ്ക്ക് സ്നേഹമാണല്ലോ രണ്ടുപേർക്കും. പിന്നെ തിരിച്ചു വന്നാലും ഇവിടെ കേറാൻ ഉറപ്പുണ്ടോ? ഇപ്പൊ തന്നെ വീട് അവന്റേതാണെന്നാ സൂര്യ പറയുന്നത്. ഇനി മുതൽ നന്ദിനിയുടെ കുടുംബവും ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ മമ്മി അത് സഹിക്കോ? പറ മമ്മി. അങ്ങനെ ഒരു കുരുക്കുണ്ടല്ലോ. അവരെ എങ്ങനെ ഇവിടെ നിർത്താൻ തീരുമാനിച്ച ബെസ്റ്റ് ആയിരിക്കും. ഇനി പോണമെന്ന് തന്നെയാണോ മമ്മിയുടെ തീരുമാനം? ഹലോ, ഒരു കാര്യം ചെയ്യോ? ഞാൻ പ്രതീക്ഷിച്ച ഗസ്റ്റുകൾ ഇതുവരെ എത്തിയിട്ടില്ല. അവര് വരുന്നതനുസരിച്ച് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ? റൂമുണ്ട്. ചെല്ലുന്നുണ്ടോന്ന് ചോദിച്ചിട്ട് അവര് വിളിച്ചേ. നീ പറഞ്ഞത് കാര്യ.
നമ്മൾ ഇറങ്ങേണ്ടത് അവന്റെ ആവശ്യം. അത് സമ്മതിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. എല്ലാത്തിന്റെ ഒരു സൂത്രധാരം ഉണ്ടല്ലോ, നിങ്ങളുടെ ഡാഡി. ഞാൻ ഒന്ന് കാണട്ടെ. മനസ്സിന് വല്ലാത്ത സന്തോഷം തോന്നുന്നു. സത്യം പറഞ്ഞ നന്ദിനിയുടെ കുടുംബം അടുത്ത് വരുമ്പോഴാ സ്നേഹത്തിന്റെ വില എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നത്. പാവങ്ങള് സ്നേഹിക്കാനല്ലാതെ ഒന്നും അറിയില്ല. കഴിഞ്ഞ 1 വർഷം കൊണ്ടുണ്ടായ മാറ്റമാ നിന്റെ ഈ തിരിച്ചറിവ്. നന്ദിനിയെ നിർബന്ധിച്ച് നിന്റെ കൂടെ നിർത്തുമ്പോൾ ഞാൻ കരുതിയിരുന്നു അതൊരു വലിയ മാറ്റത്തിന് തുടക്കമാകുമെന്ന്. നീ ഒരുപാട് മാറി, നന്ദിനി മോളും മാറി. മാറാത്തത് പത്മയും ഇന്ദ്രജയും വേദയും വിജയും മാത്രമാണ്. ഓ എന്റെ അച്ഛ, ഇരുമ്പെടുത്ത് വെള്ളത്തിലിട്ടാ അത് അലിയില്ലോ അച്ഛ. പിന്നെ അതേക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? സൂര്യ, നിന്നോട് ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. എന്താ അച്ഛാ? നന്ദിനിയുടെ കുടുംബം വിഷു ഇവിടെ ആഘോഷിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അവിടെ നിനക്കൊരു ബാധ്യതയുണ്ട്. അവരിവിടെ വിഷു ആഘോഷിക്കുന്നത് കൊണ്ട് ഇവിടെയുള്ളവർക്ക് വിഷു നഷ്ടപ്പെടാൻ പാടില്ല. അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നത്? എടാ, നിന്റെ അമ്മയുടെയും സഹോദരിമാരുടെയും കാര്യമാണ്. അവർക്ക് ആരോടും പൊറുക്കാൻ പറ്റില്ല, ഒന്നും ഉൾക്കൊള്ളാനും പറ്റില്ല. പക്ഷെ അവര് പറയുന്ന ഓരോ വാക്കിനും നീ തട്ടിക്കയറാൻ തീരുമാനിച്ച ഈ വിഷു ഒരു ദുരന്തമായിട്ട് മാറും. അത് ഇവിടെയുള്ളവരെ ബാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്ദിനിയുടെ കുടുംബത്തിലുള്ളവരെ ബാധിക്കും. നന്ദിനിയെ ബാധിക്കും. അപ്പൊ നീ ചെയ്യേണ്ടത് എന്താ? ഏത് കാര്യത്തിനോടും ഒരു കോംപ്രമൈസ് ഉണ്ടാവുക. അമ്മ സംസാരിച്ചാലും ഇന്ദ്രജ സംസാരിച്ചാലും വേദ സംസാരിച്ചാലും ഇനി വിജയ് വല്ല മണ്ടത്തരം കാണിച്ചാലും അത് പൊറുക്കാനുള്ള മനസ്സ് നിനക്കുണ്ടാവണം. നടക്കാത്ത കാര്യങ്ങളൊന്നും പറയില്ലേ അച്ഛാ? നടക്കണം. ഈ വിഷയം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നിനക്ക് പറ്റണം. നന്ദിനിയുടെ കുടുംബത്തെ കരുതിയെങ്കിലും നീ അത് ചെയ്തേ പറ്റൂ.